ആശുപത്രി വളപ്പ് കൃഷിഭൂമിയാക്കുകയാണ് കോഴിക്കോട് മുക്കത്തെ ഒരു ഹോമിയോ ഡോക്ടറും കുടുംബശ്രീ പ്രവർത്തകരും. JIC മുക്കം മൈത്രിയുടെ സഹായത്തോടെയാണ് ആശുപത്രി വളപ്പ് കൃഷിഭൂമിയാക്കിയത്. വിഷുവിന് വിഷരഹിത പച്ചക്കറി എന്ന ലക്ഷ്യവുമായാണ് ഡോക്ടറും കുടുംബശ്രീ പ്രവർത്തകരും കൃഷി ഇറക്കിയിരിക്കുന്നത്. നാട്ടുകാരുടെ ആരോഗ്യം കാക്കുന്ന സ്ഥലമാണെങ്കിലും സർക്കാർ ആശുപത്രി കോമ്പൗണ്ട് എന്ന് കേട്ടാൽ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തുക തീർത്തും കാടുപിടിച്ച മരുന്നിന്റെയും മറ്റും അവശിഷ്ടങ്ങളുടെയും രൂക്ഷമായ ഗന്ധവും കൊതുകും എലിയും നിറഞ്ഞ ഒരു സ്ഥലമായിരിക്കും. എന്നാൽ ഇതിൽ നിന്നെല്ലാം ഏറെ വ്യത്യസ്തമായ ഒരു സർക്കാർ ആശുപത്രിയുണ്ട് ഇവിടെ. ചാത്തമംഗലം ഗ്രാമപഞ്ചായത്തിലെ സർക്കാർ ഹോമിയോ ആശുപത്രിയാണ് തീർത്തും പ്രകൃതി സൗഹൃദ ആശുപത്രിയായി മറ്റുള്ളവർക്ക് മാതൃകയാകുന്നത്. ഡോക്ടർ ദീപക് തിലക് ഇവിടെ ഡോക്ടറായി ചാർജ് എടുത്തതിനു ശേഷമാണ് ആശുപത്രിക്ക് മാറ്റങ്ങൾ വന്നു തുടങ്ങിയത്. ഇന്ന് ആശുപത്രി വളപ്പിലെ വെറുതെ കിടക്കുന്ന സ്ഥലത്ത് മുഴുവൻ ജൈവ കൃഷിയാണ്. ഡോക്ടറുടെ പുതിയ ഉദ്യമത്തിന് വാർഡ് മെമ്പർ ബിജുവും വാർഡിലെ കാർത്തിക കുടുംബശ്രീ അംഗങ്ങളും പൂർണ്ണ പിന്തുണയും നൽകി. പച്ചക്കറി കൃഷിക്കായി വിത്തും തൈകളും JCI മുക്കം ചാപ്റ്റർ സൗജന്യമായി നൽകി. ഒരു വർഷം മുൻപ് രൂപീകരിച്ച കാർത്തിക കുടുംബശ്രീയിലെ 14 അംഗങ്ങളാണ് കൃഷി പരിപാലിക്കുന്നത്. റിട്ടയർഡ് അധ്യാപികമാരുൾപ്പെടെയുള്ളവരാണ് കുടുംബശ്രീ യൂണിറ്റിലെ അംഗങ്ങൾ. വാഴ, ചോളം, പയർ, മുളക്, വഴുതിന, ചീര, കപ്പ എന്നിവയ്ക്ക് പുറമെ പാഷൻ ഫ്രൂട്ടും ഇവിടെ കൃഷി ചെയ്യുന്നുണ്ട്. ചുരുക്കത്തിൽ സംസ്ഥാനത്തെ സർക്കാർ ആശുപത്രികൾക്ക് മാതൃകയാക്കാവുന്ന പ്രവർത്തനങ്ങളാണ് ചാത്തമംഗലത്തെ ഈ ഹോമിയോ ആശുപത്രിയിൽ തുടക്കമിട്ടിരിക്കുന്നത്. ഇവിടെ സ്ഥലം വൃത്തിയാക്കി സജ്ജീകരണങ്ങൾ ചെയ്തു കൊടുക്കുകയാണെങ്കിൽ അവർ ചെയ്യാമെന്ന് പറഞ്ഞതിൻ്റെ ഉറപ്പ് പ്രകാരം ആവശ്യമുള്ള സാധനങ്ങൾ നൽകുകയും ചെയ്തിട്ടുണ്ട്. വിഷുവിന് വിഷരഹിത പച്ചക്കറി എന്ന് പറഞ്ഞ ഒരു പ്രോജക്റ്റായിട്ടാണ് നമ്മൾ ഇറങ്ങിയത്. ആസാദ് മുക്കത്തിനോടൊപ്പം റിപ്പോർട്ടർ കോഴിക്കോട്.